Next we are going to discuss the topic that is agricultural income. നമ്മളിതുവരെ നോക്കിയത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസും ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഒക്കെയാണ്. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു റിലേഷനും ഇല്ലാതെ നമുക്കൊരു തിയോറട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അഗ്രികൾച്ചറൽ ഇൻകം സെക്ഷൻ 10 ക്ലോസ് 1 അനുസരിച്ചാണ് ശരിക്കും അഗ്രികൾച്ചറൽ ഇൻകം നമുക്കൊരു എക്സംപ്റ്റഡ് ഇൻകം ആണ് കേട്ടോ. റീസൺ നമുക്കറിയാം, നമ്മളുടെ ഇന്ത്യൻ എക്കണോമിയുടെ ഒരു ബാക്ക് ബോൺ തന്നെ അഗ്രികൾച്ചറാണ് നമുക്കറിയാം. അതുപോലെ തന്നെ 70% നമ്മളുടെ പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, അവരുടെ ഇൻകത്തിൽ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്തിനെയാണ്? അഗ്രികൾച്ചറാണ്. അവരുടെ ലൈവ്ലിഹുഡ്, അതായത് ജീവിത മാർഗം എന്ന് പറയുന്നത് എന്തായിരിക്കും? അഗ്രികൾച്ചറൽ ഇൻകം ആയിരിക്കും. സോ അഗ്രികൾച്ചറൽ ഇൻകം ഇസ് exempted from total income as per section 10 clause 1. സെക്ഷൻ 10 ക്ലോസ് 1 അനുസരിച്ച് അഗ്രികൾച്ചറൽ ഇൻകം എന്താണ്? ടോട്ടലി എക്സംപ്റ്റഡ് ആയിട്ടുള്ളൊരു ഇൻകമാണ് ആസ് പെർ ഇൻകം ടാക്സ് ആക്ട്. ഓക്കെ, ഒരു ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് 10 ക്ലോസ് 1 അനുസരിച്ച് അഗ്രികൾച്ചറൽ ഇൻകത്തെ പൂർണ്ണമായിട്ടും എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇൻകം ടാക്സ് അതോറിറ്റി തന്നെ പറയുന്നുണ്ട് അഗ്രികൾച്ചറൽ ഇൻകത്തെ നമ്മൾ ടാക്സ് ചെയ്യണ്ടാന്ന്. ഓക്കെ, സോ ഇറ്റ് ഇസ് ആൻ എക്സംപ്റ്റഡ് ഇൻകം. നിർബന്ധമായിട്ടും ഓർത്ത് വയ്ക്കുക, സെക്ഷൻ 10 ക്ലോസ് 1 അനുസരിച്ച് അഗ്രികൾച്ചറൽ ഇൻകം ഈസ് ആൻ എക്സംപ്റ്റഡ് ഇൻകം. ഓക്കെ, നെക്സ്റ്റ് എന്താണ് അഗ്രികൾച്ചറൽ ഇൻകം എന്നുള്ളത് സെക്ഷൻ 2(1)(a) അനുസരിച്ച് ഡിഫൈൻ ചെയ്യുന്നുണ്ട് അഗ്രികൾച്ചറൽ ഇൻകത്തെ. അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറഞ്ഞാൽ എനി റെൻറ്റ് ഓർ റവന്യൂ ഡിറൈവ്ഡ് ഫ്രം ലാൻഡ് ദറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ്. അതായത് അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാൻഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന എന്തെങ്കിലും റെൻറ്റോ റവന്യൂവോ ആണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയാം. ദറ്റ് ഈസ് ദ ലാൻഡ് ഇസ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. ദറ്റ് ഈസ് വൺ ഓഫ് ദ കണ്ടീഷൻ. ഓക്കെ, ലാൻഡ് ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കണം. എന്നിട്ട് ആ ലാൻഡ് നമ്മൾ എന്തിന് യൂസ് ചെയ്യണം? അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റെൻറ്റോ റവന്യൂവോ നമ്മൾ എന്തായിട്ടാണ് പറയുന്നത്? അഗ്രികൾച്ചറൽ ഇൻകം എന്നുള്ള പേരിലാണ് പറയുന്നത്. എനി ഇൻകം ഡിറൈവ്ഡ് ഫ്രം സച്ച് ലാൻഡ്, ഏത് ഇൻകം ആവട്ടെ ഡിറൈവ് ചെയ്യുന്നത് ഇങ്ങനെയുള്ളൊരു ലാൻഡിൽ നിന്ന്, അഗ്രികൾച്ചർ. അതേപോലെ തന്നെ എനി പ്രോസസ് ഓർഡിനറിലി എംപ്ലോയിഡ് ബൈ എ കൾട്ടിവേറ്റർ ഓർ റിസീവർ ഓഫ് റെൻറ്റ് ഇൻ കൈൻഡ് ടു മേക്ക് ദ പ്രൊഡ്യൂസ് ഫിറ്റ് ടു ബി ടേക്കൺ ടു മാർക്കറ്റ്. നമ്മളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഫിറ്റ് ആവുന്ന രൂപത്തിൽ ആ പ്രൊഡക്റ്റിനെ മാറ്റുന്നതും അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിയാണ്. അതായത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു തേയില പറിച്ചെടുത്തിട്ട് ആ തേയിലയെ മാർക്കറ്റിലേക്ക് ഇലയായിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെ എന്തായിട്ട് മാറ്റണം? അതിന് മാർക്കറ്റിലേക്ക് ഫിറ്റ് ആവുന്ന രൂപത്തിൽ മാറ്റിയെടുക്കണം. ആ മാറ്റുന്നതും എന്തായിട്ട് പറയാം? നമുക്ക് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി എന്നുള്ള രൂപത്തിൽ പറയാം. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പം ഈ കരിമ്പൊക്കെ ചിലപ്പോൾ കരിമ്പായിട്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആവും. പിന്നെ അതേപോലെ തന്നെ കരിമ്പ് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആവും. അപ്പം ഇത് പക്ഷേ എന്താ വെച്ചാൽ നമുക്ക് അവിടുന്ന് വെട്ടുന്ന രൂപത്തിൽ തന്നെ തരാൻ പറ്റില്ല. അതിനെ ഒന്ന് എന്ത് ചെയ്യണം? നല്ല വൃത്തിക്കാക്കിയിട്ട് മാർക്കറ്റിലേക്ക് സ്യൂട്ടബിൾ ആവുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആക്ടിവിറ്റി ആയിക്കൊള്ളട്ടെ, അതും എന്തായിട്ടാണ് പറയുന്നത്? അതിന് ചിലപ്പോൾ അവർക്കൊരു യൂണിറ്റ് ഉണ്ടാവും, അതിന് ചിലപ്പോൾ അവർക്കൊരു ഏരിയ ഉണ്ടാവും, സ്പെസിഫിക് ഏരിയ ഉണ്ടാവും. അതിൽ ചിലപ്പോൾ 2-3 ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. അന്ന് കരുതിയിട്ട് അത് വേറെ എന്തെങ്കിലും പ്രൊഡക്ഷനാണെന്നൊന്നും പറയാൻ പറ്റില്ല. അതെന്താണ്? ആ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഫിറ്റ് ആക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതും ഒരു അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിയാണ്. ഓക്കെ, ദെൻ സെയിൽ ബൈ എ കൾട്ടിവേറ്റർ ഓർ റിസീവർ ഓഫ് റെൻറ്റ് ഇൻ കൈൻഡ് ഓഫ് ദ പ്രൊഡ്യൂസ് ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് no process has been performed other than the process of nature described in the above paragraph. അതായത് ഈ ഇതിൽ ഫിറ്റ് ആക്കണം എന്ന് പറഞ്ഞല്ലോ നമ്മൾ. ആ ഫിറ്റ് ആക്കുന്നതിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? സാധാരണയുള്ള നാച്ചുറൽ ആക്ടിവിറ്റീസ് മാത്രം. ഓക്കെ, നാച്ചുറൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന രൂപത്തിലുള്ള ആക്ടിവിറ്റീസ് മാത്രമേ എന്തുള്ളൂ? ഇത് മാർക്കറ്റിലേക്ക് ഫിറ്റ് ആവുന്ന രൂപത്തിലാക്കുക എന്നുള്ളതിന് ഉണ്ടാവുള്ളൂ. അതാണ് എന്ത്? അഗ്രികൾച്ചറൽ ഇൻകം. അതേപോലെ തന്നെ എനി ഇൻകം ഡിറൈവ്ഡ് ഫ്രം ഫാം ഹൗസുകളിൽ നിന്ന് ഡിറൈവ് ചെയ്യപ്പെടുന്ന ഇൻകങ്ങളെയും നമ്മൾ എന്ത് ഇൻകം എന്നാ പറയുക? അഗ്രികൾച്ചറൽ ഇൻകം എന്നാ പറയുക. ഓക്കെ, അപ്പോൾ സെക്ഷൻ 2 ക്ലോസ് 1 അനുസരിച്ച് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും റെൻറ്റോ റവന്യൂ ഡിറൈവ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഇൻകം ഡിറൈവ് ചെയ്യുക അഗ്രികൾച്ചറൽ പർപ്പസിൽ നിന്ന്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഫിറ്റ് ടു ദ മാർക്കറ്റ് ആവുക, അതല്ലെങ്കിൽ ഇൻകം ഫ്രം ഫാം ഹൗസ്. ഇതിനെയൊക്കെ നമുക്ക് എന്തെന്ന് പറയാം? അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയാം.
കൈൻഡ്സ് ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം പറയുന്നുണ്ട്. ഏതൊക്കെ കൈൻഡ്സ് ആണ് അഗ്രികൾച്ചറൽ ഇൻകങ്ങൾ എന്നുള്ളതാണ് കൈൻഡ്സ് ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം എന്നൊക്കെ പറയാം നമുക്ക് കേട്ടോ. റെൻറ്റ് ഓർ റവന്യൂ ഡിറൈവ്ഡ് ഫ്രം ലാൻഡ്. ഓക്കെ, റെൻറ്റ് അല്ലെങ്കിൽ റവന്യൂ, ലാൻഡിൽ നിന്ന് കിട്ടുന്ന റെൻറ്റ് അല്ലെങ്കിൽ റവന്യൂ. റെൻറ്റ് ഇസ് ദ പേയ്മെൻറ്റ് ഓഫ് ക്യാഷ് ഓർ കൈൻഡ് ഫോർ ദ ഗ്രാൻഡ് ഓഫ് ദ റൈറ്റ് ടു യൂസ് വിച്ച് ഇസ് ഓൺഡ് ബൈ വൺ പേഴ്സൺ ബട്ട് യൂസ്ഡ് ബൈ ദ അതർ. നമുക്ക് റെൻറ്റ് എങ്ങനെയാണ് കിട്ടുക? നമ്മളെ ലാൻഡ് ആവട്ടെ, ആ ലാൻഡ് എൻ്റെ കയ്യിലുള്ള ലാൻഡാണ്, പക്ഷേ അത് യൂസ് ചെയ്യുന്നത് വേറൊരാളാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് തരും അയാൾ? വാടക, പാട്ടം എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ആ റെൻറ്റ് ആവാം. ഓക്കെ, അപ്പോൾ റെൻറ്റ് ഇസ് ദ പേയ്മെൻറ്റ് ഓഫ് ക്യാഷ്, ഓക്കെ, ടു റൈറ്റ് ടു യൂസ് വിച്ച് ഇസ് ഓൺഡ് ബൈ വൺ പേഴ്സൺ ബട്ട് യൂസ്ഡ് ബൈ ദ അതർ. ഒരാളാണ് ഓൺ ചെയ്യുന്നത്, പക്ഷെ അത് യൂസ് ചെയ്യുന്നത് ആരായിരിക്കും? വേറൊരു വ്യക്തിയായിരിക്കും. റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഈൽഡ് ഓർ ഇൻകം. ഓക്കെ, എനി ആക്ടിവിറ്റി വി ആർ അണ്ടർടേക്കിംഗ് എനി ആക്ടിവിറ്റി ആൻഡ് വി റിസീവ് എനി ഇൻകം ഓർ ഈൽഡ് ദറ്റ് ഇസ് നോൺ ആസ് റവന്യൂ. അപ്പോൾ റെൻറ്റോ റവന്യൂ ഡിറൈവ്ഡ് ഫ്രം ലാൻഡ്, ലാൻഡിൽ നിന്ന് കിട്ടുന്ന റെൻറ്റോ റവന്യൂ ആയിക്കൊള്ളട്ടെ, അതിനെ നമുക്ക് എന്ത് ഇൻകം എന്ന് പറയാം? അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയാം. നെക്സ്റ്റ്, ഇൻകം ഫ്രം അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ. അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ ചെയ്യുന്നത് വഴി, ദറ്റ് മീൻസ് നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കുഴിച്ചിട്ടുണ്ടാക്കുക, എന്നിട്ട് അത് കൾട്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ അഗ്രികൾച്ചറൽ ഓപ്പറേഷനാണത്. അപ്പോൾ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ വഴി കിട്ടുന്ന ദറ്റ് ഈസ് ദ ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ഓർ ദ ആക്ടിവിറ്റീസ് ഓൾസോ അണ്ടർടേക്കൺ ഇൻ ഇന്ത്യ ആൻഡ് ദ ഓപ്പറേഷൻ ഇസ് അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ് that is known as agricultural income. Okay, the activity which is undertaken in India and the operation is also an agricultural operation. That income is known as income from agricultural operation. Income from making produce fit to the market. നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, അതായത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ എടുത്തിട്ട് അത് എന്ത് ചെയ്യുക? മാർക്കറ്റിലേക്ക് ഫിറ്റ് ആവുന്ന രൂപത്തിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദറ്റ് ഇസ് ഓൾസോ നോൺ ആസ് അഗ്രികൾച്ചറൽ ഇൻകം. നെക്സ്റ്റ്, ഇൻകം ഫ്രം സെയിൽ ഓഫ് പ്രൊഡ്യൂസ്. ഇനി പ്രൊഡ്യൂസ്ഡ് മീൻസ് നമ്മൾ എടുത്ത പ്രൊഡക്റ്റുകൾ നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടുപോയിട്ട് വിൽക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിറ്റാൽ അത് എന്താണ് നമുക്ക്? ഇൻകം ബൈ വേ ഓഫ് അഗ്രികൾച്ചറൽ. ഓക്കെ, ദറ്റ് ഈസ് ഇൻകം ഫ്രം സെയിൽ ഓഫ് പ്രൊഡ്യൂസ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തെടുത്ത ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിറ്റിട്ട് നമുക്ക് ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ ദറ്റ് ഈസ് ഓൾസോ അഗ്രികൾച്ചറൽ ഇൻകം. ഇൻകം ഫ്രം ഫാം ഹൗസ്. ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പം ഒരുപാട് പശുക്കളെയൊക്കെ വളർത്തുന്നുണ്ട്. ഇപ്പോൾ നഴ്സറിയൊക്കെ പോലെ നമ്മൾ എന്ത് ചെയ്യുക? അതിൽ ലൈഫ് സ്റ്റോക്കുകൾ ഒരുപാടുണ്ട്. ആ കന്നുകാലികൾ, അതിൻ്റെ പാലെടുക്കുക, വിൽക്കുക, ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഫാം ഹൗസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പശു ചിലപ്പോൾ നമ്മൾ പശുവായിട്ട് തന്നെ വിൽക്കുന്നുണ്ടാവും. പക്ഷെ അതൊക്കെ എന്താണ്? അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ വഴി കിട്ടുന്നതാണ്. ഓക്കെ, അടുത്തത് ഇൻകം ഫ്രം സാപ്ലിംഗ് സീഡ്ലിംഗ് ഗ്രോൺ ഇൻ എ നഴ്സറി. അതെന്താണെന്ന് വെച്ചാൽ ഷുഡ് ബി ദിസ് ഐറ്റം ഇൻകം ഡിറൈവ്ഡ് ഫ്രം ദിസ് ആക്ടിവിറ്റി ഈസ് ഓൾസോ നോൺ ആസ് അഗ്രികൾച്ചറൽ ഇൻകം. ദറ്റ് ഈസ് ഇൻകം ബൈ വേ ഓഫ് സാപ്ലിംഗ് ഓർ സീഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രീഡിംഗ് ഒക്കെ ചെയ്യില്ലേ? ഇപ്പോൾ നല്ല ഇനം വിത്തുകൾ, നല്ല ഇനം തൈകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുമല്ലോ. അതൊക്കെ എന്താ? അവർ ചിലപ്പം എന്തെങ്കിലുമൊക്കെ മീൻസ് ആക്ടിവിറ്റീസൊക്കെ ചെയ്തിട്ട് നമ്മളിപ്പോൾ ബ്രീഡിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നല്ല ഇനം തൈകളെയൊക്കെ ഉണ്ടാക്കും. അതേപോലെ തന്നെ ഇപ്പം ഓരോ ഇനം നല്ല ഇനം പശുക്കളെ കൊടുക്കുക, നല്ല ഇനം ആടുകളെ കൊടുക്കുക, അപ്പോൾ കന്നുകാലികൾ അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് അവരെന്താ ചെയ്യുന്നത്? ഇതാണ് ചെയ്യുന്നത്. ഓക്കെ, ബ്രീഡിംഗ് ഒക്കെ വഴിയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫിഷിംഗ് ആക്ടിവിറ്റീസ്, ബ്രീഡിങ്, പോൾട്രി ഫാമിങ്, ഇപ്പോൾ കോഴികളൊക്കെ നല്ല കോഴികളൊക്കെ കൊടുക്കുന്നത്, ഇതൊക്കെ എന്തായിട്ടാണ് പറയുന്നത്? നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ടാണ് പറയുന്നത്. സോ ഓക്കെ, ദറ്റ് ഈസ് ഇൻകം ഫ്രം സാപ്ലിംഗ് ഓർ സീഡ്ലിംഗ് ഗ്രോൺ ഇൻ നഴ്സറി. ഒരു നഴ്സറി വഴി ഉണ്ടാവുന്ന സാപ്ലിങ്ങോ സീഡ്ലിങ്ങോ ഒക്കെ നമ്മൾ കാണാൻ പറ്റുമല്ലോ. നമുക്ക് കാണുന്നുണ്ടല്ലോ, നമ്മൾ പോണ വഴിക്കൊക്കെ ഇങ്ങനെ കാണാമല്ലോ, നല്ല ഇനം തൈകൾ കിട്ടുന്ന നഴ്സറി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണാമല്ലോ. അപ്പോൾ അതൊക്കെ എന്ത് ആക്ടിവിറ്റിയാണെന്ന് പറയുക? നമ്മൾ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഇൻകങ്ങളെ ഒന്നും നമ്മൾ ഒരിക്കലും ടാക്സ് അതോറിറ്റി നമ്മളോട് എന്ത് പറയുന്നില്ല? ഇൻകം ആണ്, നിങ്ങളതിന് ടാക്സ് തരൂ എന്ന് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കും? ഈ കിട്ടുന്ന ഇൻകങ്ങളൊക്കെ നമുക്ക് എന്താണ്? എക്സംപ്റ്റഡ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ ഇൻകങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കൈൻഡ്സ് ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത്. ഈ ഹെഡിങ്ങുകൾ ശരിക്കും ഓർത്ത് വയ്ക്കുക, എന്നിട്ട് നമുക്ക് കിട്ടുന്ന പോലെ പോയിൻറ്റ്സ് എന്താണ് നമുക്ക് അറിയാമല്ലോ. ഇപ്പോൾ ഇത് വേർഡ് കിട്ടുമ്പോൾ അപ്പോൾ ആ ഒരു എക്സ്പ്ലനേഷൻ എഴുതുക. ക്രൈറ്റീരിയ ടു ഡിറ്റർമൈൻ അഗ്രികൾച്ചറൽ ഇൻകം. അഗ്രികൾച്ചറൽ ഇൻകം ആണ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്.
അപ്പോൾ അതെന്തൊക്കെയാണ്? ഫസ്റ്റ്, ഇൻകം ഡിറൈവ്ഡ് ഫ്രം ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. നമ്മളിപ്പോൾ ഒരുപാട് തവണ പറഞ്ഞു തന്നെയാണ് കേട്ടോ പിന്നെയും പറയുന്നത്, അല്ലാതെ വേറെ ഒരു എക്സ്ട്രാ പോയിൻ്റ് ഒന്നുമില്ല. ഇൻകം ഡിറൈവ്ഡ് ഫ്രം ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ, ദറ്റ് ഇസ് കമ്പൽസറി ക്രൈറ്റീരിയ. നമുക്കറിയാം വിദേശത്ത് നിന്ന് കിട്ടുന്ന ഇൻകങ്ങളൊക്കെ നമുക്ക് ടാക്സബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇതെന്താണ്? ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ആയിരിക്കണം. ദറ്റ് മീൻസ് ദ ലാൻഡ് ഷുഡ് നോട്ട് ബി ഇൻഡയറക്റ്റ് ഓർ സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം ആവരുത്. ഓക്കെ, അതെന്താവണം? ഡയറക്റ്റ്ലി ഇമ്മീഡിയറ്റ് ആൻഡ് എഫക്റ്റീവ് സോഴ്സ് ഓഫ് ഇൻകം ആവണം. ലാൻഡ് ഷുഡ് ബി യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസും ആയിരിക്കണം. അപ്പോൾ എന്താണ് ഈ ഇൻകം ഡിറൈവ് ചെയ്യുന്നത്? ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ലാൻഡിൽ നിന്നായിരിക്കണം ഈ എഫക്റ്റീവ് സോഴ്സ് ഓഫ് ഇൻകം വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ലാൻഡ് ഈസ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ്. അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ ഇൻക്ലൂഡ്സ് ആക്ടിവിറ്റീസ് ലൈക്ക് ടില്ലിംഗ് ഓഫ് ദ ലാൻഡ്, സോയിങ് സീഡ്സ്, പ്ലാന്റിംഗ് ആൻഡ് സിമിലർ ഓപ്പറേഷൻസ് ആൻഡ് സബ്സിക്വൻറ്റ് ഓപ്പറേഷൻസ് ലൈക്ക് വീഡിങ്, ഡിഗ്ഗിങ് എക്സെട്ര. ഇതൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം? അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് എന്ന് പറയാം. തൈകൾ നടുന്നത്, അത് മുളച്ചു വരുന്നത്, അതെടുത്തിട്ട് അതിൽ നിന്ന് വിത്തുകൾ കൊടുക്കുന്നത്, തൈകൾ കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ എന്താ പറയുക, വാഴക്കന്ന് കൊടുക്കുന്നു ഒക്കെ ചെയ്യുന്നല്ലേ. ഈ ആക്ടിവിറ്റീസൊക്കെ എന്താണ്? നമ്മൾ വീഡിങ്, ഡിഗ്ഗിങ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്തായിരിക്കും? അഗ്രികൾച്ചറൽ ഓപ്പറേഷനാണ്. അപ്പം ലാൻഡ് എന്ത് പർപ്പസിന് വേണ്ടി മാത്രം യൂട്ടിലൈസ് ചെയ്യണം, അതല്ലാതെ അവിടെ വേറെ ഗോഡൗണിന് കൊടുക്കുക, അതല്ലെങ്കിൽ അവിടെ വേറെ സ്റ്റേഡിയം കെട്ടാൻ കൊടുക്കുക, ഇതൊന്നും എന്നിട്ട് പറയുക അഗ്രികൾച്ചറിലാന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. എന്താണ് ഇത് യൂസ് ചെയ്യുന്നത്? എന്തിനായിരിക്കണം? ഇപ്പോൾ ചിലപ്പോൾ ആ ലാൻഡ് അവിടെ ഒരാൾ വാങ്ങിച്ചു, എന്നിട്ട് അയാൾ അവിടെ നല്ല ഇനം റബ്ബർ തൈകൾ വെച്ച് പിടിപ്പിച്ച് ഉണ്ടാക്കിയിട്ട് വിൽക്കാനായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഓണർക്ക് കുറച്ച് കാശ് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് എന്ത് ആക്ടിവിറ്റിയാണ്? അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിയിൽ നിന്ന് കിട്ടിയ ഇൻകമാണ്. ഓക്കെ, അയാളായിട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രം, വേറൊരാളാണ് ചെയ്യുന്നത്. പക്ഷേ വേറൊരാൾ ചെയ്യുന്നതും എന്ത് ആക്ടിവിറ്റിയാണ്? അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിയാണ്. ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ, നമ്മൾ പറഞ്ഞു ഇൻകം ഡിറൈവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാമല്ലോ ലാൻഡ് എവിടെ തന്നെ ആയിരിക്കണം? സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ആയിരിക്കണം. അഗ്രികൾച്ചറൽ ഇൻകം ഫ്രം ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ഫോറിൻ കൺട്രി വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് അഗ്രികൾച്ചറൽ ഇൻകം ഫോർ ടാക്സബിൾ പർപ്പസ്. ഓക്കെ, ടാക്സബിൾ പർപ്പസിന് വിദേശത്തുള്ള ഒരു ലാൻഡിൽ നിന്ന് കിട്ടുന്ന അഗ്രികൾച്ചറൽ ഇൻകം ആണ്, ഇവിടെ എക്സംപ്റ്റഡ് ആക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തല്ല, നമുക്കത് പോസിബിൾ അല്ല. അപ്പോൾ ഇത്രയും ക്രൈറ്റീരിയാസ്, ഈ 3 ക്രൈറ്റീരിയാസാണ് ഇപ്പോൾ പറഞ്ഞത് നമ്മൾ. ഇൻകം ഡിറൈവ്ഡ് ഫ്രം ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ, ലാൻഡ് ഇസ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ്, ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. ഓക്കെ, നെക്സ്റ്റ്, ഇൻകം നോട്ട് കൺസിഡേർഡ് ആസ് അഗ്രികൾച്ചറൽ ഇൻകം. ചില ഇൻകങ്ങളെ നമ്മൾ ഒരിക്കലും എന്തായിട്ട് പറയില്ല? അഗ്രികൾച്ചറൽ ഇൻകങ്ങളായിട്ട് പറയില്ല. അത് ഏതൊക്കെയാണ്? ഇഫ് ദ ലാൻഡ് ഇസ് നോട്ട് സോ അസസ്ഡ് ടു ലാൻഡ് റവന്യൂ ഓർ സബ്ജക്റ്റ് ടു ലോക്കൽ റേറ്റ്, ആൻഡ് ഇഫ് ദ ഫാം ബിൽഡിംഗ് ഈസ് സിറ്റുവേറ്റഡ് വിത്തിൻ ദ ഏരിയ സ്പെസിഫൈഡ് ബിലോ, ദ ഇൻകം ഡിറൈവ്ഡ് ഫ്രം സച്ച് ബിൽഡിംഗ് ഷാൾ നോട്ട് ബി ട്രീറ്റഡ് ആസ് അഗ്രികൾച്ചറൽ ഇൻകം. താഴെ പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ്റെ ഉള്ളിലുള്ളത് മാത്രമേ നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് പറയുള്ളൂ. അതല്ലാതെ നമ്മൾ ഒരിക്കലും എന്തായിട്ട് പറയില്ല? അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. ദ ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ എൻ ഏരിയ വിത്തിൻ ദ ഡിസ്റ്റൻസ് ഓഫ് not being more than 2 kilometers from the local limit of any municipality or cantonment board, and which is population of more than 10,000 but not exceeding 1 lakh. അവിടെയുള്ള പോപ്പുലേഷൻ 10,000-ൽ കൂടുതലാവണം, 1,00,000-ൽ കൂടാനും പാടില്ല. ഓക്കെ, അങ്ങനെ ആവണം. പിന്നെ അതേപോലെ തന്നെ കണ്ടോൺമെൻറ്റ് ബോർഡിൻ്റെ 2 കിലോമീറ്ററിൻ്റെ പരിധിയിൽ കൂടുതൽ ഉള്ള സ്ഥലത്ത്, അതായത് നമ്മൾ ആ ഒരു മുനിസിപ്പാലിറ്റിയുടെ അല്ലെങ്കിൽ ടൗൺ ഏരിയയിലാവരുത്, ഉള്ളിലേക്ക് ആവണം. 2 കിലോമീറ്റർ ഉള്ളിലേക്ക് ആയാൽ കുഴപ്പമില്ല. ദെൻ അതേപോലെ തന്നെ നോട്ട് ബീയിങ് മോർ ദാൻ 6 kilometers ഫ്രം ദ ലോക്കൽ ലിമിറ്റ് ഓഫ് എനി മുനിസിപ്പാലിറ്റി കണ്ടോൺമെൻറ്റ് ബോർഡ് ആൻഡ് വിച്ച് ഹാസ് എ പോപ്പുലേഷൻ ഓഫ് മോർ ദാൻ 1 lakh ബട്ട് നോട്ട് എക്സീഡിങ് 10 lakh. അതല്ലെങ്കിൽ ഇത് മുനിസിപ്പാലിറ്റി ആണെങ്കിൽ, അല്ലെങ്കിൽ കണ്ടോൺമെൻറ്റ് ബോർഡാണെങ്കിൽ എങ്ങനെയാവണം? ബീയിങ് മോർ ദാൻ 6 കിലോമീറ്റർ. ഇതിപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ലോക്കൽ ലിമിറ്റ് ആണ് കേട്ടോ, ലോക്കൽ ലിമിറ്റ് ഓഫ് മുനിസിപ്പാലിറ്റിയാണ് പറഞ്ഞത്. നേരെ മറിച്ചത് കണ്ടോൺമെൻറ്റ് ബോർഡ് ആകുമ്പോൾ എന്താവണം? 6 കിലോമീറ്ററിൽ കൂടുതലാവണം. 6 കിലോമീറ്ററിൻ്റെ, ആ കണ്ടോൺമെൻറ്റ് ബോർഡിൻ്റെ 6 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ വന്നിട്ട് നമ്മൾ എന്താണെന്ന് പറയരുത്? അഗ്രികൾച്ചറാന്ന് പറയരുത്. അതേപോലെ തന്നെ 6 കിലോമീറ്ററിൽ കൂടുതലാവണം, അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഏരിയയിലായിരിക്കണം ആ സ്ഥലം. പിന്നെ അതേപോലെ തന്നെ അവിടെ പോപ്പുലേഷൻ 1,00,000-ൽ കൂടുതലാവണം, എന്നാൽ 10,00,000-ൽ കൂടുതലാവാനും പാടില്ല. ഈ കണ്ടീഷൻ സ്പെസിഫൈ ചെയ്ത്, ഈ കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുള്ളൂ? അവിടെ അഗ്രികൾച്ചറൽ ഇൻകം, ആക്ടിവിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ.
not being more than 8 kilometers from the local limit of any municipality or cantonment board which has population more than 10 lakh. ഓക്കെ, ഈ അതേപോലെ തന്നെ ഇനിയിപ്പോൾ അതല്ല ലോക്കൽ ലിമിറ്റ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ എങ്ങനെയാവണം? 8 കിലോമീറ്ററിൽ കൂടുതലാവരുത്, 10 ലക്ഷത്തിൽ കൂടുതലാവാനും പാടില്ല പോപ്പുലേഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് അത് അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അപ്പോൾ 8 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ വരുന്നതാവരുത്. ദെൻ അതേപോലെ തന്നെ 10 ലക്ഷത്തിൽ കൂടുതൽ അവിടെ പോപ്പുലേഷൻ ഉണ്ടാവാൻ പാടില്ല. ചുരുക്കം പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഉള്ളേരിയയിലായിട്ടുള്ളൊരു സ്ഥലത്തായിരിക്കണം എന്താവേണ്ടത്? അഗ്രികൾച്ചറൽ ലാൻഡ് സിറ്റുവേറ്റഡ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഇൻകത്തെ നമ്മൾ എന്തായിട്ട് പറയുള്ളൂ? അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറഞ്ഞു. അതൊക്കെ ഏകദേശം സെയിം പോയിൻ്റ് തന്നെ. അഗ്രികൾച്ചറൽ ഇൻകം എന്താണ്, അഗ്രികൾച്ചറൽ ഇൻകത്തെ ഏതൊക്കെ കൈൻഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഇൻകം ചില ഇൻകങ്ങൾ ഏതൊക്കെയാണ് ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ഉൾപ്പെടുത്താത്തത്, ദെൻ ഏതൊക്കെ ടൈപ്സ് ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള തിയറി ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ.